ഞങ്ങൾ ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ വിശ്വാസികളുടെ വോട്ടെല്ലാം ഞങ്ങൾ വേണം. അതായത് കോൺഗ്രസ്സുകാർ തയ്യാറാക്കിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് കേന്ദ്ര വനവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന് ശേഷം അതിൻ്റെ ഭേദഗതിയൊക്കെ വന്നിട്ടുണ്ട്. അത് കൂടുതൽ കർശനമാക്കുന്ന ഭേദഗതിയാണ് വന്നത്. ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നു, അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ BJP ഗവൺമെൻറ്. കേന്ദ്ര ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വനം. സംസ്ഥാനത്തിന് ഒരുപാട് പരിമിതികളാണ്. എന്നാൽ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് വന്യമൃഗങ്ങളും നാടൻ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവാസ കേന്ദ്രത്തിൽ, അതിൻ്റെ നമ്പർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആവാസ കേന്ദ്രത്തിൽ അതിന് ആഹാരം കിട്ടത്തക്ക രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുക, അതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ തടയുക. ഇത് രണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു പ്രൊജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകിയതാണ്. കൃത്യമായിട്ട് ഒരു പ്രതികരണം ഇന്നേ വരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അപ്പോൾ വന്യജീവി മനുഷ്യ സംഘർഷം യഥാർത്ഥത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അത് മറച്ചു വെച്ചുകൊണ്ട് സത്യസന്ധമല്ലാത്ത രീതിയിലുള്ള ഒരു വിശകലനമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഫലപ്രദമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, മലപ്പുറം പ്രശ്നം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ VD സതീശൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി പാകിസ്ഥാനാവുമെന്ന് പറഞ്ഞവരാ കോൺഗ്രസ്. അതിവിടെ ആർക്കും ഓർമ്മയില്ല എന്നാണ് ധാരണ. എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. 1967 ഗവൺമെൻറ് ഇവിടെ മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി വഴിക്കടവെന്ന് സത്യാഗ്രഹം ആരംഭിക്കുകയും അവിടെ നിന്ന് പ്രകടനം ആരംഭിച്ച് കോഴിക്കോടേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പിതാവ്. അദ്ദേഹത്തോടെല്ലാം ബഹുമാനം വെച്ചിട്ട് എന്ന് ഞാൻ പറയുകയാണ്. ആര്യാടൻ മുഹമ്മദാണ് ആ വഴിക്കടവെന്ന് കോഴിക്കോടേക്കുള്ള ജാഥ നയിച്ചത്. പാടില്ല എന്നാണ്, കുട്ടി പാകിസ്ഥാനായിട്ട് മാറുമെന്നാണ്. ഇതുതന്നെയാണ് BJPക്കാരെന്ന് പറഞ്ഞിരുന്നത്. അന്ന് BJP ഇല്ല, ജനസംഘം, കളപ്പൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഭാഗമായിട്ട് ചേർന്നു പിന്നീട്. ഇതെല്ലാം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം. എന്നിട്ട് ഇല്ലാതൊരു പ്രസ്താവന വെച്ചിട്ട് മലപ്പുറം ജില്ലയെ അവമാനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കള്ള പ്രചാരവേല ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അതിൻ്റെ അപ്പുറം പറഞ്ഞിട്ട് വെറുതെ ഞാൻ പദമൊന്നും ഉപയോഗിച്ച് മോശമാക്കുന്നില്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഒരു അക്ഷരവും മറുപടി പറഞ്ഞിട്ടില്ല. കോൺഗ്രസും മറുപടി പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞിട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിച്ചേരുന്ന അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ UDF, അതിൻ്റെ കോൺഗ്രസ് ലീഗ്, ഇവരുടെ നിലപാട് എന്താണ്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്ന് പറയാൻ സോണിയാഗാന്ധിയോട് അല്ല ഇവിടെ പ്രിയങ്ക ഗാന്ധിയോട് നമ്മളിവിടുന്ന് പറഞ്ഞു, പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നില്ല. എന്നിട്ട് വേറെ എന്തൊക്കെയോ ഇമാതിരിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് തടി തപ്പി രക്ഷപ്പെടുകയാണ് ചെയ്തത്. UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിരായുധരായിരുന്നു. അടിമുടി ഏതെങ്കിലും ഒന്നല്ല, ഒരായുധവും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒപ്പിച്ച് പോവുകയാണ് ചെയ്തത്. എന്നാൽ തികച്ചും തെറ്റായ, രാജ്യത്തിന് അപമാനകരമായ, അപകടകരമായ ജമാഅത്തെ ഇസ്ലാമുമായി ചേരുന്ന നിലപാട് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ്. ഹിന്ദു വർഗീയവാദികളെയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം തമ്മിലടിപ്പിക്കാനും അത് വഴി ധ്രുവീകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുമാണ് ഉപകരിക്കുക. അതിന് കൂട്ടുനിൽക്കുകയാണ് UDF ചെയ്യുന്നത്. UDF തന്നെ ഒരു വർഗീയ കൂട്ടുകെട്ടായിട്ട് മാറിയിരിക്കുന്നു. ഇതാണ് സ്ഥിതി. 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ മികച്ച ഭൂരിപക്ഷം എന്നല്ലാതെ കണക്ക് പറയാനായിട്ടുണ്ടോ? ഒന്നും ആയിട്ടില്ല. അങ്ങനെ വോട്ട് ചെയ്യാണ്ട് പോകണമെങ്കിൽ പറയും, വോട്ട് ചെയ്തിട്ടാൻ പറയാം. പക്ഷേ ഈ അൻവറിൻ്റെ റോഡ് ഷോയിൽ നടക്കുന്നതിൽ വലിയ ആൾക്കൂട്ടം കാണുന്നുണ്ട്. ഈ അൻവറിനെ പറ്റി പ്രതികരിക്കുന്നില്ല. അൻവർ ഞങ്ങൾ ഇതിൻ്റെ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ ഇലക്ഷനിൽ അൻവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. അതല്ലെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുപ്പ് വരുമ്പോൾ ഒരു മൂന്നാമതൊരു സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയത്തെ നിർണ്ണയിക്കുമല്ലോ. അത് ഒരു ഞങ്ങളുടെ ജയപരാജയത്തെ നിർണ്ണയിക്കുന്ന ഒന്നുമല്ല അൻവർ. ഈ BJPയുടെ കാര്യത്തിലോ? BJP ഇപ്പോൾ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. BJPക്ക് പണ്ട് കിട്ടിയ വോട്ടിന് ഇപ്രാവശ്യം BJP കിട്ടൂല.
മുമ്പ് കിട്ടിയ BJPക്കും BDS-നും കിട്ടിയ പാരമ്പര്യമുണ്ടല്ലോ, അത് ഇപ്രാവശ്യം കിട്ടൂല. അങ്ങോട്ട് പോകും, പക്ഷേ അങ്ങോട്ടാ അത് അവരോട് ചോദിക്കേണ്ടതാണ്. നിങ്ങൾ ആക്കിയാ കൊടുക്കാൻ നിങ്ങൾ ചോദിക്കുന്ന അവർ പറഞ്ഞു തന്നെങ്കിലും അത് നോട്ടില്ലേ? ഞങ്ങൾ ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ വിശ്വാസികളുടെ വോട്ടല്ല ഞങ്ങൾ വേണം. അത് ഞാൻ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. വിശ്വാസികളൊന്നും വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. അതാണ്. BJP ആയാലും ഏത് വർഗീയവാദിയായാലും അവർ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസികളല്ല. അവർക്ക് വിശ്വാസമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്.